ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ അൻബുലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മളൊരു കുക്കിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് റംബുട്ടാൻ അച്ചാറാണ്. അതിനായിട്ട് നമുക്ക് റംബുട്ടാൻ ഒന്ന് വെട്ടി കഴുകി എടുക്കണം. ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകി എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നല്ലൊരു പാത്രത്തിലോട്ടിട്ട് നമുക്ക് കടുക് വറുത്തിട്ട് അതിനകത്ത് ശല ഉലുവാപ്പൊടി, മറ്റേ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ശല ഉലുവാപ്പൊടി, വെളുത്തുള്ളി, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ശകലം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ശകലം നമുക്ക് ആവശ്യത്തിന് വേണ്ടത്ര മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. ശല ഉലുവാപ്പൊടി നമ്മൾ മുമ്പ് ഇട്ടില്ലായിരുന്നു, ഞാൻ മാറിപ്പോയാ ഞാൻ പറഞ്ഞേ. ശല ഉലുവാപ്പൊടിയും കൂടെ നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കറി ലീഫ് ഒന്ന് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ശുദ്ധമായ നമ്മുടെ റംബൂട്ടാൻ ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് കഴുകി വെച്ച റംബൂട്ടാനാണ്, ശുദ്ധമായതാണ്. നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കാം ഗൈസ്. ഇളക്കി മറിച്ച് സെറ്റ് ആക്കണം ഗൈസ് ഇത്. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഇളക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും, സാധനം ഇതുപോലെ ഇരിക്കും. ശാല നമുക്ക് വേണമെങ്കിൽ ശാല ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പിട്ടായിരുന്നു, നമ്മൾ പറയാൻ മറന്നുപോയി. വേണമെങ്കിൽ അത്യാവശ്യം നല്ല ഉപ്പ് ഇട്ട് കൊടുക്കുക ഗൈസ്. ഇനി ഇളക്കുക. അപ്പൊ ഗൈസ്, ഇതാണ് ഗൈസ് ഞാൻ ഇന്ന് അത് വേകുന്ന സമയം കൊണ്ട് ഞാനൊരു ക്രാഫ്റ്റിങ് ചെയ്ത് നമ്മുടെ ഹോട്ട് വീൽസിന്റെ ഒരു സാധനം ചെയ്ത് ഗൈസ്. ഇത് ഇതിൻ്റെ അടി നമുക്ക് ഈ ടയർ ഒന്ന് വെച്ച് കൊടുക്കണം ഗൈസ്. ഇത് ഞാൻ പുതിയൊരു മൈക്ക് വാങ്ങിച്ചായിരുന്നു. ഇതാണ് എൻ്റെ മൈക്ക്, നല്ലൊരു മൈക്കാണ്. എന്തോ 1900 സംതിങ് എന്തോ വരുന്നുള്ളൂ കേട്ടോ. K8ന്റെ ഒരു മൈക്കാണ്, വയർലെസ് മൈക്കാണ്. 1900 സംതിങ് എന്തോ വരുന്നുള്ളൂ, 1949 അങ്ങനെ എന്തോ വരുന്നുണ്ട്. നല്ലൊരു മൈക്ക് കേട്ടോ, ക്വാളിറ്റിയുള്ള K8ന്റെ മൈക്കാണ്, വയർലെസ് മൈക്ക്, നല്ലൊരു മൈക്കാണ്. കിടിലൻ മൈക്ക്, മാറിയ സാധനമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ആ മൈക്കിൽ കൂടെയാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്, എൻ്റെ ബാക്ക് ഭാഗമൊക്കെ. ഞാനിങ്ങനെ ചന്തം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ റംബുത്താൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ ഞാൻ നമ്മുടെ റംബുത്താൻ നോക്കി. ഇപ്പോൾ റംബുത്താൻ്റെ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് എൻ്റെ ഒരു പെർഫ്യൂം കളക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പെർഫ്യൂം എന്ന് വെച്ചാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു 2 ആഴ്ച മുമ്പ് വാങ്ങിച്ച പെർഫ്യൂമാണ്. 4 പീസിന് 949 രൂപ വില വരുന്നുള്ളൂ, 4 പീസിന്. പിന്നെ ഇതിൻ്റെ 2 കളർ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, മറ്റേ ഞാൻ കാണിച്ചില്ല. പിന്നെ അടുത്ത വീഡിയോ നമുക്ക് കാണിക്കാം. ഇതിൻ്റെ ഗ്രീനി നല്ലൊരു പെർഫ്യൂം ആട്ടോ. എനിക്ക് ഫ്രാഗ്രൻസിനോടൊക്കെ നല്ല താല്പര്യമാണ്. ഇത് നമുക്ക് ഒരാൾ തന്നെയാണ്, ഇത് പിന്നെ എനിക്ക് വേറെ എവിടെ നിന്ന് കിട്ടിയതാ, അതുകൊണ്ട് ഇത് നല്ലൊരു പെർഫ്യൂമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കണ്ട് ഈ ഫോഗിന്റെ പെർഫ്യൂമാണ്, 2 നല്ല പെർഫ്യൂമാണ്. പിന്നെന്ന് വെച്ചാൽ ചായ കുടിക്കുന്ന സമയം ഞാൻ ചായ കുടിച്ചു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ റംബുട്ടാൻ അച്ചാറും മോരും നല്ല വെള്ളച്ചോറും ചിക്കൻ കറി. നമുക്കിതൊന്ന് കുഴച്ച് കഴിച്ചു നോക്കാം. സെറ്റാണ് ഗൈസ്, തിന്നു നോക്കിയാലോ. നമുക്ക് ശകലം ചിക്കൻ ഇങ്ങോട്ട് എടുക്കാം. ശകലം ചിക്കൻ നമുക്കിത് മാത്രം ഒന്ന് കഴിച്ചു നോക്കാം. ഓ, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നമുക്ക് നമ്മുടെ റംബുട്ടാൻ അച്ചാർ കഴിച്ചു നോക്കാം. അതിന് മാരക ടേസ്റ്റ് ആണ്, മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. ശാല റംബുട്ടാനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു